ട്രിപ്പിൾസ് അടിച്ച് പോയി എന്നുള്ള പേരിൽ മാത്രം കേസ് എടുക്കരുത് പ്ലീസ്. ഇവരുടെ ഇടയിൽ ഇങ്ങനെ കയറി ഇരിക്കാണ്ട് എന്നെ ഇങ്ങോട്ടും കൊണ്ടുപോവില്ല, അതുകൊണ്ട് കയറിയിരുന്നു പോയതാ. നമ്മൾ ഈ റോഡ് നീള ലൈറ്റും പന്തലൊക്കെ കണ്ട് എങ്ങോട്ടായി പോകുന്നല്ലേ? ആറാട്ടുപുഴ തറയ്ക്കൽ പൂരം കാണാനാ പോകുന്നത്. ആകെ എൻ്റെ ജീവിതത്തിൽ ഞാനത് ആകെ ഒരു പ്രാവശ്യം ഇതിന് മുന്നേ പോയി കണ്ടിട്ടുള്ളൂ. ആ ഒരു കാണലിൽ അത്ര തിരക്കൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. വെടിക്കെട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അന്ന് ഇത്ര തിരക്കൊന്നും തോന്നിയില്ല. പക്ഷേ ഈ പൂരം കൂടി ഞാൻ ഇപ്പോഴാണ് കണ്ടത്. ഇപ്രാവശ്യം നല്ല തിരക്കായിരുന്നു. സംഭവം ഞാൻ പൂരത്തിൻ്റെ സമയത്ത് പോയിട്ടില്ല, അതുകൊണ്ടാണ് എനിക്കിപ്പോൾ പുതിയ തിരക്കായിട്ട് തോന്നിയത്. പിന്നെ വീഡിയോ കിട്ടണമല്ലോ, അതിനുവേണ്ടി ഞാൻ അതിൻ്റെ ഉള്ളിലൊക്കെ കുത്തി കയറി ഞങ്ങൾ പോയി അങ്ങനെ വീഡിയോ ഒക്കെ എടുത്തു. ഇത്ര ആൾക്കാരുടെ വീഡിയോ എടുക്കാൻ പോയിട്ട് അത് കാണാൻ പോലുള്ള ഹൈറ്റ് എനിക്കില്ല എന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ. അത് കാരണം അച്ഛനാണ് എനിക്ക് പൂരത്തിൻ്റെ വീഡിയോ ഒക്കെ എടുത്തത്. പിന്നീട് അങ്ങോട്ട് ഒരു കാത്തിരിപ്പായിരുന്നു വെടിക്കെട്ടിന് വേണ്ടിയിട്ടേ. അത് നല്ലോണം സമയമെടുത്തു. ഞങ്ങൾ സ്ഥലമൊക്കെ കണ്ടുപിടിച്ച് ഇങ്ങനെ നിന്ന് സെറ്റായി നിന്നപ്പോൾ പോലീസുകാർ വന്ന് അവിടെ നിന്ന് ഞങ്ങളെ മാറ്റി. അത് ഞങ്ങൾക്ക് കുറച്ച് ഡിപ്രഷൻ തന്നെങ്കിലും വെടിക്കെട്ട് കണ്ടപ്പോൾ അതൊക്കെ അങ്ങോട്ട് മാറി. വെടിക്കെട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ വണ്ടി തപ്പിയുള്ള നടത്തായി. എവിടെ കൊണ്ടുവച്ചത് ഓർമ്മയില്ലാണ്ടേ. പിന്നെ തിരിച്ചു വരുന്ന വഴിക്ക് കനാലിൽ ഉണ്ടാക്കി വെച്ച ശ്രീരാമക്ഷേത്രം കണ്ടു പോന്നു.